ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാത്തിരുന്ന SSCGD എക്സാമിനേഷൻ്റെ ഇൻഡിവിജ്വൽ റിസൾട്ട് നിലവിൽ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ 2025 SSCGD എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2025 കോൺസ്റ്റബിൾ GD ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ്റെ, അതായത് ആസം റൈഫിൾസിലേക്കുള്ള റൈഫിൾമാന്, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലേക്കുള്ള സെഫോയ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റേയും ഫൈനൽ ആൻസർ കീയും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്കോർ കാർഡും നിലവിൽ SSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് SSCയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ലഭിച്ച മാർക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം നോർമലൈസ്ഡ് സ്കോറും കാണാൻ സാധിക്കുന്നതാണ്. നോർമലൈസ്ഡ് സ്കോറും കൂടി ആഡ് ആയിട്ടാണ് നിങ്ങളുടെ ഫൈനൽ സ്കോർ വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ ഈ ഒരു മാർക്ക് ചെക്ക് ചെയ്യുന്നതിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് മാർക്ക് ചെക്ക് ചെയ്തതെന്ന് നമുക്ക് വീഡിയോയുടെ അവസാനം നോക്കാം. ഇതോടൊപ്പം തന്നെ SSCGD എക്സാമിനേഷൻ്റെ ഫൈനൽ ആൻസർ കീയും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് ചെക്ക് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഫൈനൽ ആൻസർ കീ ചെക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഫൈനൽ ആൻസർ കീ ചെക്ക് ചെയ്യാനുള്ള സമയപരിധി നോക്കുകയാണെങ്കിൽ 10/7/2025 മാത്രമായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കീ ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ സ്കോർ ചെക്ക് ചെയ്യാനുള്ള സമയപരിധിയും ഈ ഒരു സമയം തന്നെയാണ്. 10/7/2025 ആയിരിക്കും നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ മാർക്സ് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ നിർബന്ധമായിട്ടും നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക. ഇനി അടുത്ത് എങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ ഇതിനായിട്ട് നിങ്ങൾ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകേണ്ടതുണ്ട്. ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് SSCയുടെ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ആ ഒരു ക്യാപ്ചർ കോഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ടാണ് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ വലത്തേ സൈഡിലായിട്ട് റിസൾട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം എക്സാമിനേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പം കോൺസ്റ്റബിൾ GD സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾ ഇയർ 2025 സെലക്ട് ചെയ്യുക. അതിനുശേഷം റിസൾട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ആദ്യം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ആണോ എന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്ക് ലഭിച്ചു, അതുപോലെ തന്നെ ടോട്ടൽ എത്ര റോ സ്കോർ ഉണ്ടായിരുന്നു, അതിനുശേഷം നോർമലൈസ്ഡ് സ്കോറും കൂടി ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു, അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. എക്സാം പാസ്സായിട്ടുള്ളവർ ആ ഒരു കാര്യം താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇങ്ങനെയാണ് SSCGDയുടെ ഇൻഡിവിജ്വൽ സ്കോർ കാർഡ് ചെക്ക് ചെയ്യേണ്ട ശരിയായ രീതി. അപ്പോൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ എത്ര വേഗം നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കീയും ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫൈനൽ ആൻസർ കീയുടെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഫൈനൽ ആൻസർ കീ ചെക്ക് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആർട്ടിക്കിളിലൂടെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫൈനൽ ആൻസർ കീയുടെ ആ ഒരു ലിങ്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഇതാണ് ആ ഒരു ഇൻ്റർഫേസ്, അതായത് ഫൈനൽ ആൻസർ ചെക്ക് ചെയ്യാനുള്ള ഇൻ്റർഫേസ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ റോൾ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങളുടെ ആൻസറും അതുപോലെ തന്നെ നിങ്ങൾ ഏതാണ് ആൻസറായിട്ട് നൽകിയിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് SSCGD എക്സാമിനേഷൻ്റെ ഫൈനൽ ആൻസർ കീയും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്കോർ കാർഡും ചെക്ക് ചെയ്യേണ്ട ശരിയായ രീതി. അപ്പോൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള എത്ര വേഗം നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.